ഹായ്, എല്ലാവർക്കും സെറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോട്ടിൽ ആർട്ടായിട്ട് ചെയ്യുന്നത് അടിപൊളിയൊരു ഓണസദ്യയാണ്. അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ നന്നായിട്ട് ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ ക്ലേ ആണ്. ഈ ക്ലേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ് ക്ലേയും കൊണ്ട് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇതിൻ്റെ അകത്ത് 2 ക്ലേ ഉണ്ടാവും, 2 കളറായിരിക്കും. അത് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ഞാനൊരു ടാൽക്കം പൗഡർ എടുത്ത് ആദ്യമേ നമുക്കൊന്ന് കയ്യിലിടണം. അതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ചപ്പാത്തിയുടെ പരത്തുന്ന കോലാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ കുറച്ച് ടാൽക്കം പൗഡർ പിന്നെ കോലിലും ഇടണം. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് വെച്ച് പരത്തുന്നത് അവിടെ ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഞാൻ അധികം കട്ടിയായിട്ടൊന്നും അല്ല എടുത്തേക്കുന്നത്, അത്യാവശ്യം നല്ല കനം കുറച്ച് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല മിനുസം വെക്കുക. നന്നായിട്ട് ഏകദേശം ആയി എന്ന് തോന്നുവാണെങ്കിൽ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വാഴയില. നമ്മൾ വാഴയിലയിലാണല്ലോ എന്തായാലും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വാഴയില മുറിച്ചെടുത്തു. അത് എൻ്റെ ഷേപ്പ് വരുത്താൻ വേണ്ടി അത് എൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നൈഫ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് എങ്ങനെയാണോ ആകൃതി വരുന്നത് അത് മുറിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അതിന് വേണ്ടി ആദ്യമേ തന്നെ കുറച്ച് ഫെവിക്കോളാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ക്ലേ എടുത്തിട്ട് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാവേ. ഇതിന് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അതിൻ്റെ ആ ഇലയുടെ ആ ആകൃതിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ എന്താ പറയുക, ഇലയുടെ ഒരു നാരൊക്കെയുള്ള ഒരു ഭാഗമില്ല, അതൊക്കെ വന്നു. ഇന്ന് ഞാൻ ഒരു പഴത്തിൻ്റെ ആകൃതിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പഴം ഏകദേശം ആയിട്ടുണ്ട്. എൻ്റെ പഴം ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പഴം ആയിട്ടുണ്ട്. ഞാൻ പഴം വെച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് കറികളും അതേപോലെ നമുക്ക് പപ്പടമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പപ്പടം ഏകദേശമായി. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ കുറച്ച് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിത് ചോറ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ തിന്നായിട്ട് നന്നായിട്ട് നൂല് പോലെ ആക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുറിച്ചെടുക്കുന്ന ഭാഗങ്ങളില്ലേ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് പിടിച്ചുരുട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ വരും കേട്ടോ. ശരിക്കും നമ്മുടെ അരിമണി പോലെ തന്നെ വരുവേ. ഇനി ഞാൻ കൊടുക്കുന്നത് നമ്മൾ പായസവും അല്ലെങ്കിൽ രസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ മൺകുടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു 4-5 മൺകുടം ഉണ്ടാക്കുവാണ്. ഒരു ഉരുള ഉരുട്ടിയിട്ട് നമ്മുടെ ബ്രഷിൻ്റെ മൂട് വെച്ചിട്ട് ഒന്ന് കുത്തിയാൽ മതി. അപ്പോൾ തന്നെ ഏകദേശം മൺകുടങ്ങളാവും. അപ്പം മൺകുടങ്ങളും വെച്ചു. ഇനി ഞാൻ ഓരോരോ കറികളാക്കി വെക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കളർ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം കഷ്ണങ്ങളും ഉപ്പേരിയും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണേ. അത് മുറിച്ചെടുത്ത് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. ഏകദേശം എൻ്റെ കറികളെല്ലാം ഞാൻ എണ്ണ നോക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ട്. എല്ലാം ഉണ്ട്, 10-15 കൂട്ടമുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മുടെ വാഴയിലേക്ക് അടിച്ചു കൊടുക്കും. ഞാൻ ഗ്രീൻ കളർ എടുത്ത് ഫെവിക്രിലിൻ്റെ കളറാണ്. ഒപ്പം കുറച്ച് ഗ്ലാസ് പെയിൻറ്റും ഗ്രീൻ കളർ ഗ്ലാസ് പെയിൻറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ഈ കളർ വന്നത്. പിന്നെ നമുക്ക് ചോറിന് വൈറ്റ് കളർ അടിച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ ഓരോരോ കറികൾ നമ്മുടെ പച്ചടി, കിച്ചടി, അതുപോലെ മോരുകറി, പഴം, അങ്ങനെ എല്ലാത്തിനും ഓരോരോ കളർ കൊടുക്കുക. സാധാരണ ഏതാ കളർ വരുന്നതെന്ന് വെച്ചാൽ കൊടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ട് അല്ലാതെ ഞാൻ നമ്മുടെ മാവേലിയുടെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ.
അപ്പോൾ ഏകദേശം കറികളൊക്കെ നമ്മൾ റെഡിയാക്കി. പായസത്തിനൊക്കെ ഞാൻ ഇങ്ങനെ കളർ തന്നെയാണ് കേട്ടോ ബോട്ടിലിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ തിന്നുവാണേ, സദ്യ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാം നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും എന്നെ എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.